Hi dear students, in this session of public finance, today I am going to tell about the major fiscal functions of the government. Okay, ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഫിസ്ക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വെൽക്കം ടു ദിസ് സെഷൻ. According to Professor Musgrave, there are three major fiscal or budgetary functions of the governments. Okay, എല്ലാ ഗവൺമെൻറ്റുകൾക്കും പ്രധാനമായിട്ടും മൂന്ന് ഫിസ്ക്കൽ or it is also known as the budgetary function. ഓക്കെ, ബഡ്ജറ്ററി ഫങ്ഷൻസ് പ്രധാനമായിട്ടും മൂന്നെണ്ണം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രൊഫസർ മസ്ഗ്രേവ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദേ ആർ അലോക്കേഷൻ ഫങ്ഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിൻറ്റ്സും അലോക്കേഷൻ ഫങ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് the allocation function. There are certain cases in which the wants of all individuals cannot be satisfied through market mechanism. In such cases, the public sector or the government have to provide goods and services. The allocation branch of public finance deals with the provision of social goods. Social goods are those goods and services produced to satisfy collective wants. Collective wants are those wants which are demanded by all members of the community in equal or more or less than equal amounts. The allocation branch explains the process by which the resources in use are divided between private goods, social goods, by which the mix of social good is chosen. Okay, allocation function. ഒരു ഗവൺമെൻറ് പ്രധാനമായിട്ടും ആ ഒരു എക്കണോമിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയിലുള്ള ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കമ്മോഡിറ്റീസ് ലഭ്യമാക്കണം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് ലഭ്യമാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, കമ്മോഡിറ്റീസ് പ്രധാനമായിട്ടും പ്രൈവറ്റ് ഗുഡ്സ് എന്നും അതുപോലെ തന്നെ പബ്ലിക് ഗുഡ്സ് എന്നും സോഷ്യൽ ഗുഡ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സോഷ്യൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്റ്റീവ് വാണ്ട്സ്, ആളുകളുടെ കളക്റ്റീവ് വാണ്ട്സ്, കുറേയധികം ആളുകൾക്ക് ഒരേപോലുള്ള ആവശ്യങ്ങൾ ഒരുമിച്ച് നിറവേറ്റാൻ കഴിയുന്ന കമ്മോഡിറ്റീസാണ് സോഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ്സ്, അതുപോലെ തന്നെ പബ്ലിക് ടാപ്പുകൾ അല്ലേ, വാട്ടർ ടാപ്പുകൾ, അതുപോലെ തന്നെ ഈ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ അല്ലേ, അതുപോലെ ബ്രിഡ്ജസ്, ഇതൊക്കെ എന്താണ്? കളക്റ്റീവ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്മോഡിറ്റീസാണ്. ഇതൊക്കെ സോഷ്യൽ ഗുഡ്സ് എന്നുള്ളൊരു ഇനത്തിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക വഴി എന്താണ്, ഈ ഇത്തരത്തിൽ സോഷ്യൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക വഴി എന്താ ചെയ്യുന്നത്? ആ ഒരു കമ്മോഡിറ്റിയുടെ ആളുകളുടെ ആവശ്യങ്ങൾ, കളക്റ്റീവ് വാണ്ട്സാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കളക്റ്റീവ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാറില്ല. എങ്ങനെ? പ്രൈവറ്റ് ഫിനാൻസാണ് അവിടെ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചില മാർക്കറ്റ് മെക്കാനിസത്തിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ്, ചില ആളുകൾക്ക് കൂടുതൽ ഫേവർ ചെയ്യുകയും ചില ആളുകൾക്ക് കുറവ് ഫേവർ ചെയ്യുന്ന അവസ്ഥയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വരുന്ന ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇത്തരത്തിൽ സോഷ്യൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക വഴി എന്താണ്, കൃത്യമായിട്ട് ലഭ്യമാക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കമ്മോഡിറ്റീസാണോ ലഭ്യമാക്കേണ്ടുന്നത് ആ രീതിയിൽ ഈ ഒരു കമ്മോഡിറ്റീസ് ലഭ്യമാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് ദ അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഈസ് അലോക്കേഷൻ ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് വിതരണം എന്നുള്ളതാണ് അതിന് മലയാളം ടേം. ഓക്കെ, the very important feature of a market economy is the disparity in the distribution of income and wealth. ഓക്കെ, ഒരു പ്രധാനമായിട്ടും ഒരു മാർക്കറ്റ് എക്കണോമിയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതയാണിത് അല്ലേ, ഇൻകത്തിലും അതുപോലെ തന്നെ വെൽത്തിലും ഉണ്ടാകുന്ന ഡിസ്പാരിറ്റി അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻ. ചില ആളുകൾക്ക് കൂടുതലായിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹയർ ഇൻകം പീപ്പിൾസും ലോവർ ഇൻകം പീപ്പിൾസും ഒക്കെ എക്കണോമിയിൽ. അപ്പോൾ അത്തരത്തിൽ ഇൻകം ഇനീക്വാളിറ്റീസ് ഒരു മാർക്കറ്റ് എക്കണോമിയുടെ പ്രത്യേകതയാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഓഫ് പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ടു എൻഷ്വർ ഫെയർ ഓർ just state of distribution.
That is, distribution function of public finance deals with the determination of taxes and transfer payments policies of the governments. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് ഈ ജനങ്ങളുടെ ആ ഒരു ഇൻകവും അതുപോലെ തന്നെ വെൽത്തും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വലൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇക്കണോമിയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ ഇൻകം ഈ വെൽത്ത് ടാക്സും അതുപോലെ തന്നെ ഇൻകം ടാക്സൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇൻകം ടാക്സൊക്കെ നമുക്കൊരു സ്ലാബ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ, 5 lakhs എന്ന് പറയുന്നത്. ആ 5 lakhs കൂടുതൽ വരുമ്പോൾ മാത്രമേ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇൻകം ടാക്സിന് ഇത്തരത്തിൽ സ്ലാബ് ഫിക്സ് ചെയ്യുക വഴി എന്താ സംഭവിക്കുന്നത്, ലോവർ ഇൻകം പീപ്പിൾസിൽ ലെസ് ടാക്സ് പേ ചെയ്താൽ മതി, അതുപോലെ തന്നെ ഹയർ ഇൻകം പീപ്പിൾസിന് ഹയർ ടാക്സസ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഇൻകം പീപ്പിൾസിൻ്റെ ആ കൂടുതലായിട്ട് അവർ അക്വയർ ചെയ്യുന്ന ആ ഒരു ഇൻകം കുറച്ചുകൊണ്ട് ആ ഒരു ഇൻകത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ടാക്സ് പോളിസീസൊക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇക്കണോമിയിലുള്ള ഇൻകവും അതുപോലെ തന്നെ വെൽത്തും ഈക്വലൈസ് ചെയ്യുന്ന രീതിയിൽ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുക. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, then next is the stabilization function. Okay, the stabilization function explains the macroeconomic aspect of budgetary policy. In other words, the stabilization function deals with the use of budgetary policy as a means of maintaining high employment, a reasonable degree of price stability, and an appropriate rate of economic growth with allowances for effects on trade and balance of payments. The major instruments of stabilization policy are monetary policy and fiscal policy. This function is otherwise known as compensatory finance. Okay, it explains the macroeconomic aspect of budgetary policy. Okay, in other words, the stabilization function deals with the use of budgetary policy as a means of maintaining high employment, a reasonable degree of price stability, and an appropriate rate of economic growth with allowances for effects on trade and balance of പേയ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇക്കണോമിയിൽ പല തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാം അല്ലേ. പ്രൈസ് ഹയർ പ്രൈസസ് കമ്മോഡിറ്റീസ് ഉണ്ടാവുക, അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താണ് ലോവർ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻസ് ഉണ്ടാവാം, ഡിഫ്ലേഷണറി സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ സർക്കുലേഷൻ ഓഫ് മണിയിൽ വരുന്ന വ്യത്യാസം, ഇതിലൊക്കെ എന്താണ് ഇൻസ്റ്റെബിലിറ്റി നിലനിൽക്കുന്നുണ്ട് എക്കണോമിയിൽ. അപ്പോൾ ആ ഇൻസ്റ്റെബിലിറ്റി ഇല്ലാതെയാക്കിയിട്ട് ഇക്കണോമിയിൽ വേണ്ട രീതിയിൽ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുക, അതായത് ആവശ്യമായിട്ടുള്ള അത്രയും പണം സർക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, അതേപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. ഇതൊക്കെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രധാനമായിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി അത്തരം ഗവൺമെൻറ് ഇക്കണോമിയിൽ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻസും ഇൻഫ്ലേഷൻസും ഒക്കെ ഇല്ലാതാക്കിയിട്ട് ഇക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പോളിസീസൊക്കെ ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനിൽ ഉൾപ്പെടും. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള 2 പോളിസീസാണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഫിസ്ക്കൽ നയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങളാണ്. ദെൻ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ഫിനാൻഷ്യൽ അതോറിറ്റിയാണത് മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ടാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ലൈക്ക് ഗവൺമെൻറ്റിന് ടാക്സ് ചുമത്തുക വഴിയും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുക വഴിയൊക്കെ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഈ ഇൻകം അതുപോലെ തന്നെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിലുണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റീസും അതുപോലെ തന്നെ ഇക്കണോമിയിലുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റീസൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ മെയിൻ പോളിസീസ് അണ്ടർ ദ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദിസ് ഫംഗ്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് കോമ്പൻസേറ്ററി ഫിനാൻസ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഗവൺമെൻറ്റിന് ഉള്ള ഫങ്ഷൻസാണ് നമ്മൾ ഫിസ്ക്കൽ ഫങ്ഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, പ്രധാനമായിട്ടും 3 ഫങ്ഷൻസാണ് മസ്ഗ്രേവ് മുന്നോട്ട് വയ്ക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ദ അലോക്കേഷൻ ഫങ്ഷൻ ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ആൻഡ് ദ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.